ഹലോ ഗൈസ്, ജിബു ടോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഏപ്രിൽ മാസത്തിന്റെ അവസാന ഘട്ടത്തിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മാസം നമുക്ക് എല്ലാവർക്കും അറിയാം, മാർച്ച് എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മാത്രം മതി എന്നുള്ളതായിരുന്നു മാർച്ചിന്റെ പ്രത്യേകത. കുറേ പ്രശ്നങ്ങളും മാർച്ചിലും അതേപോലെ ഉണ്ടായിരുന്നു. അതേപോലെ കുറേ ലാഗ് ഉള്ള ഒരു മാസമായിരുന്നു മാർച്ച്. ഒന്ന് കഴിഞ്ഞു കിട്ടുന്നില്ല, പകുതിയായിട്ട് പോലും അങ്ങോട്ട് ബാക്കി പകുതി കിടക്കുമ്പോൾ ഒരു 2 മാസം ആയ പോലെയുള്ള ഒരു ഫീലായിരുന്നു മാർച്ച് മാസത്തിൽ. പക്ഷേ ഏപ്രിലിൽ വലിയ ലാഗ് അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ തന്നെ അതേപോലെ കുറേ ട്രാജഡി, കുറേ പ്രശ്നങ്ങളിൽ കൂടെ തന്നെയാണ് നമ്മൾ കടന്നുപോയത്. അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു വാൽപ്പാറ അപകടം. അതിൻ്റെ ഒരു ട്രോമ ഇതുവരെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഇതുവരെ മാറിയിട്ടില്ല. നമുക്ക് പ്രാർത്ഥിക്കാം എന്നുള്ളത് മാത്രമേ നമുക്ക് ഇപ്പോഴും ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതേപോലെ കഴിഞ്ഞ ആഴ്ചകളിലും അതേപോലെ ഒരു സമാന പ്രശ്നമാണ് കാണുന്നത്. തൃശ്ശൂർ പൂരത്തിൽ ആ പടക്കം എല്ലാം കൂടി പൊട്ടിത്തെറിച്ചിട്ട് അവിടെയും കുറേ പേര് മരണപ്പെട്ടു. അതിൻ്റെ സങ്കടത്തിൽ തന്നെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എല്ലാ മാസവും ഒരേപോലെ തന്നെ കുറേ പ്രശ്നങ്ങൾ നടക്കുന്നതായിട്ടാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലത്തിൻ്റെ അനുസരിച്ച് മാറ്റങ്ങളില്ല. നമ്മൾ പണ്ട് കാലത്ത് നോക്കിക്കഴിഞ്ഞാൽ ടെലിവിഷൻ ഇല്ലാത്ത കാലത്ത്, മൊബൈൽ ഫോൺ ഇല്ലാത്ത കാലത്ത് ആ പ്രശ്നങ്ങളെല്ലാം ഇവിടെ പരിഹരിച്ചിരിക്കുന്നു. പക്ഷേ അവിടെ സേഫ്റ്റി എന്നുള്ള ഒരു പ്രധാന കാര്യമുണ്ട്. മനുഷ്യർക്ക് എപ്പോഴും സുരക്ഷയാണ്, സേഫ്റ്റിയാണ് ഏറ്റവും മുഖ്യം. അതാണ് ഉറപ്പാക്കേണ്ടത്. നമ്മളിപ്പം തൃശ്ശൂർ പൂരത്തിൽ ചിലപ്പോൾ അവിടുത്തെ പടക്കത്തിൻ്റെ കളർ മാറിയിട്ടുണ്ടായിരിക്കും. പണ്ടത്തെ കാലത്തെ പോലെയല്ല, ഇപ്പോൾ പടക്കം പല ടൈപ്പ് ഓഫ് പടക്കം ഉണ്ടായിരിക്കും. പക്ഷെ അതല്ല അവിടെ പ്രധാനം. അതൊക്കെ ഉണ്ടാകണം, അതൊരു എൻജോയ്മെൻറ്റ്, അതൊരു മാറ്റമാണ്. ഒരു കാലത്തിനനുസരിച്ചുള്ള വലിയൊരു മാറ്റമായിരിക്കും. ഓക്കെ, ആ സമയത്ത് ആ ഒരു പൊട്ടിക്കണമെങ്കിൽ മനുഷ്യർ വേണം. അത് പ്രവർത്തിച്ച് അത് പടക്കം തീ കൊളുത്തി വിടണമെങ്കിൽ മനുഷ്യർ വേണം. അപ്പോൾ ആ മനുഷ്യർക്കുള്ള സേഫ്റ്റി ഇവിടെ മാറിയിട്ടില്ല. അത് പണ്ടത്തെ കാലത്ത് പോലെ ലൈറ്റർ വെച്ചോ അല്ലെങ്കിൽ തീപ്പെട്ടിക്കുള്ളിൽ വെച്ച് പടക്കം പൊട്ടിക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് നേരത്തെ പൊട്ടിയാൽ ആ മനുഷ്യർക്ക് അതിനുള്ള പരിക്കേൽക്കും. അതിനൊരു മാറ്റവും ഇപ്പോഴും കേരളത്തിൽ സംഭവിച്ചിട്ടില്ല, നടന്നിട്ടില്ല, ഗുണങ്ങൾ ഉണ്ടായിട്ടുമില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം പഴയ കാലത്ത് നിന്ന് ഇപ്പോഴും മെച്ചപ്പെടണമെങ്കിൽ അത് മൊത്തത്തിൽ ഉണ്ടാകണം. ഞാൻ ഉദാഹരണം പഴഞ്ചൊല്ലി പോലെ തന്നെ കാലത്തിനനുസരിച്ച് കോലം മാറണം എന്നുള്ളതിൽ കോലം മാത്രമാകരുത്. അതേപോലെ കാര്യങ്ങളിൽ എല്ലാത്തിലും ആ ഒരു ഗുണനിലവാരം ഉണ്ടാകും. അതേപോലെ തന്നെ വാൽപ്പാറ അപകടത്തെ നമ്മൾ എപ്പോഴും നെഞ്ചുരുകിയാണ് വാൽപ്പാറ അപകടത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. എന്നാൽ തന്നെ ഇനിയും നമുക്ക് ഇതേപോലെ അപകടങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ നമുക്കൊരു ചെറിയ പ്രിക്കോഷൻ എടുത്താൽ എന്താണ് കുഴപ്പം? നമ്മുടെ കേരളത്തിലെ റോഡുകൾ, അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ കറക്റ്റായിട്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടി അതേപോലെ എഞ്ചിനീയർമാരെയും അതേപോലെ ആ കാര്യങ്ങൾ നിയമിക്കുകയാണെങ്കിൽ എന്താണ് കുഴപ്പം? നമ്മൾ എത്രയോ കാലമായിട്ട് ഈ അപകടങ്ങൾ ഇതേപോലെ തന്നെ കാണുന്നു. അതേപോലെ തന്നെ തൃശ്ശൂർ പൂരം പലയിടത്തും പടക്കം പൊട്ടിച്ചിട്ട് എത്രയോ പേര് പരിക്കേൽക്കുന്നു. ഇതൊന്നും ഇപ്പോൾ ഉള്ള ഒരു വാർത്ത മാത്രമല്ല, അല്ലെങ്കിൽ ഈ ഏപ്രിൽ മാസത്തിൽ നമ്മൾ കേട്ടതോ കണ്ടതോ സങ്കടപ്പെട്ടതോ ഉള്ള വാർത്തകളല്ല. ഇത് ഓരോ കാലത്തിലും ഓരോ വർഷങ്ങളിലും ഓരോ മാസങ്ങളിലും ഒക്കെ നടക്കുന്ന വാർത്തകളാണ്. അപ്പോൾ ഇനിയും ഇതേപോലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ നമുക്ക് അതിനുള്ള പ്രിക്കോഷൻ, അതിനുള്ള എന്ത് ചിലവാണെങ്കിലും നമ്മളത് വഹിച്ചുകൊണ്ട് ഇവിടുത്തെ ഗവൺമെൻറ് ആണെങ്കിലോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അതൊന്ന് പരിഹരിക്കുക എന്നുള്ളതല്ലേ നമുക്ക് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഓരോ മാസം വെച്ച് ഓരോ കാലത്ത് ഇതേപോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ കാലത്തിൻ്റെ അനുസരിച്ച് നമ്മൾ എല്ലാ കാര്യങ്ങളിലും മാറ്റം ഉണ്ടാകണം. നമ്മളൊരു പണ്ട് പാൻറ്റും ജീൻസിൻ്റെയും കളർ വേറൊന്നാണെങ്കിൽ ഇപ്പോൾ വല്ല വ്യത്യാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമായിട്ട് കാണാതെ, അതുമാത്രമല്ല കോലം മാത്രമല്ല മാറേണ്ടത്, നമ്മളെ എല്ലാ ജീവിത സൗകര്യങ്ങളും ജീവിത സുരക്ഷയും സേഫ്റ്റിയും നമ്മളും ഒരു ജീവന്റെ അംശം തന്നെയാണ്. അപ്പോൾ നമ്മൾക്കും മനുഷ്യർക്കും അതേപോലെ തന്നെ സുരക്ഷ ഉറപ്പാക്കാൻ നമ്മുടെ കേരളത്തിൽ ഒരു സംവിധാനം വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ഏപ്രിൽ മാസത്തിലും നമ്മൾ കുറേ സങ്കടത്തിൽ കൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വേറൊന്ന്, ഇപ്പം ചൂടാണ്, ക്ലൈമറ്റ് ഭയങ്കര വിഷയങ്ങളാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ തന്നെ പാമ്പ് ഇറങ്ങിയിട്ടുണ്ട്. ഈ പാമ്പും ഇപ്പോൾ ചൂടുമാണ്. ഇപ്പോൾ നിലവിലിപ്പം ആക്റ്റീവായിട്ട് ഇരിക്കുന്നത് കുറേ പ്രശ്നങ്ങളായിട്ട് നമ്മളിപ്പോൾ അനുഭവിച്ചിരിക്കുന്നത്. എന്നാൽ തന്നെ അത് ഉടനെ മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാനിതാണ് ഉദ്ദേശിച്ച എൻ്റെ ഈ വീഡിയോയിലൂടെ ഈ ഏപ്രിൽ മാസത്തിൽ നമ്മുടെ കേരളത്തിൽ നമ്മൾ ദുഃഖങ്ങളും നമ്മൾ അതേപോലെ തന്നെ പ്രശ്നങ്ങൾ അനുഭവിച്ചത് ഏറ്റവും കൂടുതലും നമ്മുടെ മനസ്സ് തട്ടി പറയുന്നത് എപ്പോഴും ഉള്ളത് വാൽപ്പാറയിൽ അപകടം തന്നെയാണ്. പിന്നെ നമ്മൾ തൃശ്ശൂർ പൂരം, അതേപോലെ തന്നെ ഇപ്പോൾ പാമ്പ്, അതേപോലെ തന്നെ ഇപ്പോൾ ചൂട്. ഇത് മൂന്ന് നാല് ഇനിയും ഉണ്ട്. നമ്മൾ എണ്ണി നോക്കിക്കഴിഞ്ഞാൽ ഇതിലും കുറേ പ്രശ്നങ്ങൾ നമ്മൾ കടന്നു പോയിക്കൊണ്ടുണ്ട്.